ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത്. അതേ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വന്നിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് അംറുഹ അളീം. പണ്ഡിതന്മാർ അതേ സംബന്ധിച്ച് പറഞ്ഞത് അംറുഹ അളീമുൻ വ ഫദ്ലുഹ കബീറുൻ വ അജ്റുഹ കസീർ. ഈ വിഷയം എന്നുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ വിഷയം അംർ, അത് അളീം, ഏറ്റവും മഹത്തായ മഹോന്നതമായ വിഷയമാണത്. വ ഫദ്ലുഹാ കബീർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലുള്ള ഫദ്ല് കബീർ, അത് വളരെ വലുതാണ്. വ അജ്റുഹാ കസീർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലുള്ള അജ്ർ, അതിലുള്ള പ്രതിഫലം കസീർ, അത് ധാരാളമാണ്. വലാ ശക്ക അന്ന ലഹാ മൻസിലത്തുൻ അദീമ. ഒരു സംശയവും മുസ്ലിമീങ്ങൾക്കില്ല ആ കാര്യത്തിൽ. ഇതിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ വാചകത്തിന് മൻസിലത്തുൻ അദീമ, വലിയ സ്ഥാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലുള്ളത്. ഫീഹാ കുല്ലു ഖൈറിൻ വ ബറക. എല്ലാ ഖൈറുകളും എല്ലാ ബറക്കത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തആല ഈ വാക്കിൽ ഉൾച്ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഖദ് ഇഫ്തതഹ ബിഹസ് സ്വഹാബത്തു റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. എല്ലാ സ്വഹാബിമാരും കിതാബുല്ലാഹി തബാറക വ തആല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെയും ഇഫ്തതഹ, അവൻ തുടങ്ങുന്നത് ഈ വാക്കുകൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കുകൊണ്ടായിരുന്നു. അല്ലാഹുവിന്റെ കിതാബ് തുടങ്ങിയത് ഈ വാക്കുകൊണ്ടാണ്. സ്വഹാബിമാർ അവരുടെ എല്ലാ നല്ല കാര്യങ്ങളും സ്വഹാബിമാര് തുടങ്ങിയിരുന്നത് ഈ കാര്യം കൊണ്ട് തന്നെയാണ്. വഅവ്വലു മൻ ജറാ ബിഹിൽ ഖലം ഫീ ലൗഹിൽ മഹ്ഫൂദ്. മനുഷ്യന്റെയും മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി അല്ലാഹു തആല നിർവഹിച്ചതിനു ശേഷം ഈ പ്രപഞ്ചത്തിന്റെ അവസാനം വരുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹു തആല വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദ്. ആ ലൗഹുൽ മഹ്ഫൂദിൽ ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതിയ വാചകം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. ലൗഹുൽ മഹ്ഫൂദിന്റെ തുടക്കവും ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ നാളെ നടക്കുന്നത് നടക്കാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ക്രമപ്രകാരമല്ലാതെ ആകസ്മികമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്ന് അല്പം ചിന്തയോടുകൂടി നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ പ്രപഞ്ചത്തിൽ, ആകാശത്തിലും ഭൂമിയിലും നടക്കുന്ന കാര്യങ്ങളെ ഒരല്പം കാര്യഗൗരവത്തോടു കൂടി ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും, ഇതെല്ലാം ആകസ്മികമായി അങ്ങോട്ടുണ്ടായ കാര്യമല്ല. ഇതെല്ലാത്തിന്റെ പിന്നാലെ ഒരു അതിശക്തനായ, നിപുണനായ, ബുദ്ധിമാനായ ഒരു ആസൂത്രകന്റെ കൃത്യമായ പ്ലാനിങ് ഇതിനകത്തുണ്ട് എന്ന് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം എഴുതപ്പെട്ടതാണ്. ആ എഴുതപ്പെട്ട സംഗതികളാണ് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാത്ത ഒരു റബ്ബല്ല അല്ലാഹ്. നാളെ എന്റെ ഭൂമിക്ക് എന്ത് സംഭവിക്കും എനിക്കറിയൂലല്ലോ. നാളെ എന്ത് ഭൂമിയിൽ സംഭവിക്കും എന്ന് അറിയില്ലെങ്കിൽ ആ റബ്ബ്, ആ ദൈവം, ആ ഇലാഹ് അജ്ഞനാണ്, ആ ഇലാഹ് കഴിവില്ലാത്തവനാണ് എന്ന് പറയേണ്ടി വരുന്ന. എന്റെ നാളെ എന്റെ ഭൂമിയിൽ സംഭവിക്കുക, അല്ലാഹ് അങ്ങനല്ല. കഴിഞ്ഞത് മാത്രമല്ല, നടക്കുന്നത് മാത്രമല്ല, നാളെ എന്ത് സംഭവിക്കും എന്ന് അള്ളാഹുവിന്റെ നിശ്ചിതമായ പ്ലാനിങ് അള്ളാഹുവിനുണ്ട്. ആ പ്ലാനിങ് എല്ലാം സർവ്വതും രേഖപ്പെടുത്ത ഗ്രന്ഥമാണ് ലൗഹുൽ മഹ്ഫൂദ് എന്നുള്ളത്. അതിൽ ഒന്നാമതായി എഴുതി ചേർത്ത വാചകം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകമാണ്.
അപ്പോ അതിന് എത്രമാത്രം ശ്രേഷ്ഠത ആ വാചകത്തിനുണ്ടാവും നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായിട്ട് നീ പറഞ്ഞു കൊടുക്കേണ്ട, നീ ഓതിക്കൊടുക്കേണ്ട വാചകം ഏതാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പഠിപ്പിച്ച വാചകം ഏതാണ്? അതും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വാചകമാണ്. സൃഷ്ടിച്ചവനായി ഇതെല്ലാം സൃഷ്ടിച്ച് ഇതെല്ലാം ആസ്വദിക്കാൻ, അനുഭവിക്കാൻ, സൗകര്യപ്പെടുത്താൻ ശേഷി തന്ന ആ സൃഷ്ടാവിനെ, എല്ലാ അനുഗ്രഹങ്ങളും തന്ന, സൗകര്യങ്ങളും തന്ന ആ സൃഷ്ടാവിന്റെ ഇസ്മു കൊണ്ട്, നാമം കൊണ്ട് നീ വായിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു ഏൽപ്പിച്ചത്. അതാണ് وقد اتفق العلماء انها بعض آيات من سورة النمل. ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് അത് ഫാത്തിഹയിലെ ഒരു ആയത്താണോ അല്ല എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്? ഖിലാഫുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അത് ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്താണ് എന്ന് തന്നെയാണ്. എന്നാൽ അത് ഖുർആനിലെ ഫാത്തിഹ ഒഴിച്ചുള്ള ബാക്കിയുള്ള ഖുർആനിലെ സൂറത്തു നംലിലുള്ള ഒരായത്താണത് എന്ന കാര്യത്തിൽ എല്ലാ മുസ്ലിങ്ങളും, എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്. ഏതാണ് ആ ആയത്ത്? സൂറത്തു നംലിലെ 30-ാമത്തെ ആയത്തിൽ അതുണ്ട്. ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം സബഇലെ രാജ്ഞിക്ക് എഴുതുന്ന കത്ത്, ആ കത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്നഹു മിൻ സുലൈമാൻ, ഇത് സുലൈമാനിൽ നിന്നാണ്. വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇത് ആരംഭിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു നംലിലെ 30-ാമത്തെ ആയത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. മഅന അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ ബിസ്മില്ലാ എന്നോ അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോ നമ്മൾ തുടങ്ങുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അബ്ദഉ ഖിറാഅതി ബിസ്മില്ലാ. അബ്ദഉ ഖിറാഅതി, എന്റെ ഈ വായന ഞാൻ തുടങ്ങുന്നത് വേറെ ഒന്നിന്റെ പേരിലുമല്ല, വേറെ ആരുടെ പേരിലുമല്ല. ബിസ്മില്ലാ, അല്ലാഹുവേ നിന്റെ നാമത്തിലാണ് അല്ലാഹ് ഞാൻ ഈ ഖിറാഅത്ത് തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഖിറാഅത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യം, അബ്ദഉ ഖിറാഅതി ബിസ്മില്ലാ, എന്റെ ഈ ഖിറാഅത്ത് അതിന്റെ ആരംഭം ഞാൻ തുടങ്ങുന്നത്, തുടക്കം ബിസ്മില്ലാ എന്നത് കൊണ്ടാണ്. അതായത് ഇമാം സഅദി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, അതായത് ഐ അബ്തദിഉ ബികുല്ലി ഇസ്മിൻ ലില്ലാഹി തആല. ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു ഇസ്മ മാത്രമല്ല, അല്ലാഹുവിന്റെ ബികുല്ലി ഇസ്മിൻ ലില്ലാഹി തആല, അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ തുടങ്ങുന്നത് എന്നായി അതിന്റെ താല്പര്യം. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾക്ക് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടൊരു ഭക്ഷണം കഴിക്കുമ്പോൾ, ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഷോപ്പ് തുറക്കുമ്പോൾ, അതിന്റെ ചാവി തുറക്കും ബിസ്മില്ലാ എന്ന് പറഞ്ഞ് തുറക്കുമ്പോൾ, അല്ലെങ്കിൽ പൂട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പണിയായുധം നമ്മൾ പണിക്ക് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം നമ്മുടെ പണിയായുധം എടുത്ത് നമ്മൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളെയും മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ആ ജോലി തുടങ്ങുന്നത്, നമ്മുടെ കച്ചവടം തുടങ്ങുന്നത്, നമ്മുടെ വസ്ത്രം ധരിക്കുന്നത്, വസ്ത്രം അഴിച്ചു വെക്കുന്നത്, എല്ലാ കാര്യങ്ങളും. എത്രമാത്രം അല്ലാഹുവിന്റെ സഹായം അവിടെ ഉണ്ടാകും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഖുർആനിലെ ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് നമ്മൾ പറഞ്ഞു. ഏത് സൂറത്തിലെയാണ്? സൂറത്തുൽ നംലിലെ 30-ാമത്തെ ആയത്താണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായം ഒഴിച്ചുള്ള 113 അധ്യായങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയിട്ടുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരധ്യായം മാത്രമാണ് ആ ബിസ്മില്ല ബസ്മല കൊണ്ട് തുടങ്ങാത്ത ഒരു അധ്യായം മാത്രമാണ് വിശുദ്ധമായ ഖുർആനിലുള്ളത്. ഏതാണ് ആ അധ്യായം? എന്തുകൊണ്ടാണത്? ആ അധ്യായം സൂറത്ത് തൗബയാണ്. സൂറത്ത് തൗബയുടെ തുടക്കത്തിൽ ബിസ്മില്ല അത് കാണുക സാധ്യമല്ല. അതിന് അതിൻ്റെതായ
കാരണങ്ങൾ ഉണ്ട് എന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഏതായാലും അത് ആ ഒരു സൂറത്ത് തൗബ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അധ്യായങ്ങളും അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച്, അവന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥം തുടങ്ങുന്നത്. അത് പാരായണം ചെയ്യുന്നത്, ചെയ്തു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത്, അവന്റെ കാരുണ്യം മുൻനിർത്തിക്കൊണ്ടാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അതേപോലെ തന്നെ തുസ്തഹബ്ബു, ഇനി ആ ബിസ്മില്ല ചൊല്ലേണ്ട ചില പ്രത്യേകമായ സമയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട സമയങ്ങളും തുസ്തഹബ്ബു ഇൻദ ദുഖൂലിൽ ഖലായിലേക്ക് അഥവാ ടോയ്ലറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം ടോയ്ലറ്റിലേക്ക് ഒരു വിശ്വാസി പ്രവേശിക്കാൻ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം. അഥവാ ഖുബൂസ് ഖബായിസ് എന്ന് പറഞ്ഞ ശയാത്വീൻ വശൈത്വാനാത്ത്, ആൺ പിശാചുക്കൾ പെൺ പിശാചുക്കൾ, രണ്ട് തരത്തിലുള്ള പിശാചുക്കളിൽ നിന്നും അഭയം തേടിക്കൊണ്ട് വേണം. കാരണം ടോയ്ലറ്റുകൾ വൃത്തിയില്ലാത്ത ഇടങ്ങൾ എന്നുള്ളത് പിശാചിന് ഇഷ്ടപ്പെട്ട ഇടങ്ങളാണ്. പിശാച് കൂടുതലായി ഉള്ള സ്ഥലങ്ങളാണ് ഈ പറയപ്പെട്ട ടോയ്ലറ്റുകൾ. വൃത്തിയില്ലായ്മ എന്നുള്ളത് പിശാചിന് വളരെ ഇഷ്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ആ പിശാച് ഉണ്ടാകാൻ നല്ല സാന്നിധ്യമുള്ള ആ ഖലായിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പുറത്ത് നിന്ന് വേണം ചൊല്ലാൻ. അകത്തേക്ക് കയറിയിട്ട് അള്ളാന്റെ നാമങ്ങൾ പറയാൻ പാടില്ല. ബാത്റൂമിലേക്ക് അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് കയറുന്നതിന്റെ പുറത്ത് നിന്നുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന് പറഞ്ഞുകൊണ്ട് കയറുക. ഇടതുകാല് വെച്ചുകൊണ്ട് ടോയ്ലറ്റിലേക്ക് കയറുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഹാദാ ഹുവ അസ്സിത്റു വൽ ഹിജാബു ബൈനൽ മുസ്ലിമീൻ വ ബൈന അദുബിഹിം അശ്ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചും മുസ്ലിമീങ്ങളും തമ്മിലുള്ള സത്റാണ്, ഹിജാബാണ്, അത് മറയാണത് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ, നമ്മുടെ തടി കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏതാണ്? അത് അല്ലാഹുവിനുള്ള നിസ്കാരമാണ്. അള്ളാഹുവിനുള്ള നമസ്കാരം, സുജൂദും റുകൂഉമാണ് ഒരു മനുഷ്യൻ തന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. നമുക്കിപ്പോ ജീവനുണ്ട്, നല്ല ജീവനുണ്ട്, അൽഹംദുലില്ലാ, നല്ല ആഫിയത്തുണ്ട്. ഈ ആഫിയത്തുള്ള സമയത്ത് നമ്മുടെ ശരീരം കൊണ്ട് പലതും നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്നുള്ളത് അത് നമസ്കാരമാണ്. ആ നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എന്തുകൊണ്ടാണ്? വുളൂ കൊണ്ടാണ്. ആ നമസ്കാരത്തിന്റെ ശുറൂത്ത് അത് വുളൂ ആണ്. ആ വുളൂഇന്റെ തുടക്കത്തിൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വുളൂ ചെയ്യുക അനിവാര്യമായ, നിർബന്ധമായ കാര്യമാണ് എന്നുവരെ അല്ലാഹുവിന്റെ നാമം പറയാത്തവന് വുളൂ ഇല്ല എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മുസ്തഹബ്ബു ഇൻദ ഖിറാഅത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത്, വിശുദ്ധമായ ഖുർആൻ പാരായണം തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. അതേപോലെ തന്നെ ഹദീസിന്റെ പാരായണത്തിന്റെ സമയത്തും അത് പറയാവുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവേ നിന്റെ നാമത്തിലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഞാൻ പഠിക്കാനും ഞാൻ പഠിപ്പിക്കാനും തുടങ്ങുന്നത് എന്ന് അവിടെ കാണാവുന്നതാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ദിക്റിന്റെ മജ്ലിസുകൾ, ഇൽമു പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മജ്ലിസുകൾ, ആ മജ്ലിസിന്റെ തുടക്കത്തിലും അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ മജ്ലിസ് തുടങ്ങട്ടെ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നിർബന്ധമായ മറ്റൊരു സ്ഥലം എന്നുള്ളത് അറവ് നിർവഹിക്കുന്ന സമയത്ത്, അറുക്കുന്ന ഒരു ഉരുവിന്, അനുവദനീയമായ ഒരു ഉരുവിന് അറുക്കുന്ന സമയത്ത് ബിസ്മില്ലാ അല്ലാഹുവിന്റെ നാമം പറയുക എന്നുള്ളത് അവിടെ അത് വാജിബാണ്, അത് സുന്നത്തല്ല, മുസ്തഹബല്ല, അത് വാജിബാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് കാണാൻ നമുക്ക് സാധിക്കും.
അതേപോലെ തന്നെ തുസ്തഹബ്ബു ഇൻദൽ അഖൽ, ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് യാ ഗുലാം സമ്മില്ലാ. അംർ ഇബ്നു അബീ സലമയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കുട്ടിയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് യാ ഗുലാം, അല്ലയോ മോനെ, സമ്മില്ലാ, അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് വേണം, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നീ ഭക്ഷണം കഴിക്കാൻ. വകുൽ ബിയമീനിക, നിന്റെ വലത് കൈ കൊണ്ട് വേണം നീ ഭക്ഷണം കഴിക്കാൻ. വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാം വലത് കൈ ഉപയോഗിക്കുക. വകുൽ മിമ്മാ യലീക, ദൂരെ നിന്ന് വലിച്ച് അടുപ്പിക്കേണ്ടതിന് പകരം വകുൽ മിമ്മാ യലീക, നിന്റെ അടുത്ത് നിന്ന് നീ ഭക്ഷണം കഴിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഭക്ഷണ മര്യാദയുടെ അദബിന്റെ കൂട്ടത്തിൽ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അതേപോലെ തന്നെ തുസ്തഹബ്ബു ഇൻദ ജിമാഅ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവിടെയും നീ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ആ ഒരു കാര്യം തുടങ്ങുവാനും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലൗ അന്ന അഹദകും ഇദാ അറാദ അൻ യഅതിയ അഹ്ല ഖാല ബിസ്മില്ലാ, തന്റെ കുടുംബത്തെ, തന്റെ ഭാര്യയെ, തന്റെ ഇണയെ ഒരാൾ സമീപിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ പറയട്ടെ ബിസ്മില്ലാ, അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ വജന്നിബ ശൈത്വാന മാ റസഖതനാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ പിശാചിനെ നീ അകറ്റണമേ. ഈ സമയത്ത് വിശിഷ്യ പിശാചിനെ ഞങ്ങളെ ഈ സമയത്ത് വിശിഷ്യ ഞങ്ങളിൽ നിന്ന് നീ അകറ്റണമേ. അതേപോലെ തന്നെ വജന്നിബ ശൈത്വാൻ മാ റസഖതനാ, നീ എനിക്ക് നൽകുന്ന, നമുക്ക് നൽകുന്ന മക്കളിൽ നിന്നും അല്ലാഹുവേ നീ പിശാചിനെ അകറ്റണമേ എന്ന് അവിടെ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവൃത്തി തുടങ്ങുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരു പുസ്തകം അത് എഴുതാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങട്ടെ. ഡയറി എഴുതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങട്ടെ. ഒരു റിസാല, ഒരാൾക്ക്, പുറത്തുള്ള ഒരാൾക്ക് കത്തെഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ്, ഒരു റിസാല അയക്കുകയാണ്, അവിടെയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അവിടെ തുടങ്ങട്ടെ എന്ന് പണ്ഡിതന്മാര് നിർദ്ദേശിച്ചത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരു സംസാരം, അത് മതപരമായ സംസാരമാകട്ടെ, അത് നമ്മുടെ കുടുംബപരമായ ഒരു കാര്യം, പ്രധാനപ്പെട്ട കുടുംബപരമായ ഒരു ചർച്ച, മക്കളുമായോ ഭാര്യയുമായോ മാതാപിതാക്കളുമായോ കുടുംബത്തിലുള്ള ആളുകളുമായോ ഒരു കുടുംബപരമായ നല്ലൊരു ചർച്ച ആണ് തുടങ്ങുന്നതെങ്കിൽ അവിടെയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞത് അത് മതപ്രഭാഷണം തുടങ്ങുന്ന സമയത്ത് മാത്രമല്ല, നമ്മുടെ കുടുംബപരമായ ചർച്ച, അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിടങ്ങളിലുള്ള ചർച്ച, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലുള്ള ജീവനക്കാരുമായുള്ള ഒരു മീറ്റിംഗ്, ആ സമയത്തും അള്ളാഹുവിന്റെ ബർക്കത്ത്, അവന്റെ റഹ്മത്ത്, അവന്റെ ഹിസ്ന്, അവന്റെ സംരക്ഷണം നമ്മുടെ ഷോപ്പിനും നമ്മുടെ തൊഴിലാളികൾക്കും എല്ലാവർക്കും അത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക എന്നത് മുസ്തഹബാണ് എന്ന് പണ്ഡിതന്മാരെ പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുലൂക്കുകൾക്ക്, രാജാക്കന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തെഴുതിയിട്ടുണ്ട്. ആ രാജാക്കന്മാർക്ക് കത്തെഴുതിയ സമയത്ത് ആ രാജാക്കന്മാര് ആരാണ്? ആ മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളായ രാജാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്ത് എഴുതിയ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എന്ന് എഴുതിക്കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചെയ്തിട്ടുള്ളത്. ഫഖദ് വറദ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉൻസിലത്ത് അലയ്യ ആയ, എനിക്ക് ഇപ്പോൾ ഒരു ആയത്ത് എനിക്ക് അവതരിച്ച് കിട്ടിയിട്ടുണ്ട്. ലം തുൻസൽ അലയ്യ അലാ നബിയ്യിൻ ഗൈറ സുലൈമാൻ ഇബ്നു ദാവൂദ് വഗൈരി, എനിക്കും സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിമസ്സലാം ഇവർക്കുമല്ലാതെ ഈ ആയത്ത് കിട്ടിയിട്ടില്ല. ഏതാണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊടുത്തിട്ടുള്ളത്, അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാനത്തിൽ ബസ്മല ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ ബസ്മല ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ ബസ്മല? ബിസ്മിക്കല്ലാഹുമ്മ എന്നായിരുന്നു. കാരണം അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതല്ല.
കാരണം നബിന്റെ ബാപ്പാന്റെ പേരിന് അബ്ദുള്ള എന്നാണ്. പല ആളുകളും പല ഇസ്ലാമിക വിമർശകരും അറിവില്ലാത്ത ആളുകളും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതാണ് അള്ളാഹുവിനെ അല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പും അള്ളാഹുവുണ്ട്, മനുഷ്യരുണ്ട്, മതങ്ങളുണ്ട്, അറബികളുണ്ട്, മതങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ആ മതവിശ്വാസികൾ ഏകനായ സൃഷ്ടാവിനെ അവര് വിളിച്ചിരുന്ന പേരാണ് അള്ളാഹു എന്നത്. അത് മുഹമ്മദ് നബി കൊണ്ടുവന്നതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റു ഇതര മതസ്ഥര് മനസ്സിലാക്കുക. പല ആളുകളുടെ ധാരണ അള്ളാഹു, യേശു അത് ക്രിസ്ത്യാനികളുടെ ദൈവം, രാമനും കൃഷ്ണനും അത് ഹിന്ദുക്കളുടെ ദൈവം, അള്ളാഹു എന്നത് മുഹമ്മദ് നബി കൊണ്ടുവന്ന മുസ്ലിങ്ങളുടെ ദൈവം അല്ല. അള്ളാഹു എന്നത് മുസ്ലിങ്ങളുടെ മാത്രം ദൈവമായിട്ടല്ല. അള്ളാഹു എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവിടെയുള്ള മുശ്രിക്കുകളുടെ ഇലാഹും ഏകനായ ഇലാഹ് അത് അള്ളാഹ്. അവിടെ ഉണ്ടായിരുന്ന നസ്രാണികൾ അവരുടെ ഏകദൈവത്തെ വിളിച്ചിരുന്നത് അള്ളാഹു എന്നായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാര് അവരുടെ ഏകദൈവത്തെ വിളിച്ചിരുന്നത് അള്ളാഹു എന്നായിരുന്നു. ഇന്നും അറബി ബൈബിള് നിലവിലുണ്ട്. നെറ്റിൽ അടിച്ചു കൊടുത്ത അറബി ബൈബിളിന്റെ ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ ഇന്നും ബൈബിളിന്റെ ആപ്പിൽ ഇന്നും നമുക്ക് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കർത്താവ്, ഇലാഹ്, ദൈവം എന്നൊക്കെ കൊടുത്തിരിക്കുന്ന വാചകം അറബിയിൽ അള്ളാഹ് തന്നെ കൊടുത്തിരിക്കുന്നത്. ബൈബിളിലും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ബൈബിളിലും അറബികളായ അറബി സംസാരിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, മറ്റു പല മതസ്ഥരുണ്ട്. അവര് ദൈവത്തെ, നമ്മൾ മലയാളത്തിൽ ദൈവം എന്ന് പറയുന്നത്, അവര് അറബിയിൽ പറയുന്നത് അള്ളാഹു എന്ന് തന്നെയാണ്. ഇന്നും അറബി ബൈബിളിൽ അത് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹു എന്നുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതല്ല. നബിക്കും മറ്റു മതസ്ഥർക്കും തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു? നബി പറഞ്ഞത് അള്ളാഹ് മാത്രം മതി എന്നാണ്. അള്ളാഹനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മുശ്രിക്കുകൾ പറഞ്ഞത്, ആ കാലഘട്ടത്തിൽ നസ്രാണികൾ പറഞ്ഞത്, ആ കാലഘട്ടത്തിൽ ജൂതന്മാർ പറഞ്ഞത്, മജൂസികൾ പറഞ്ഞത്, സാബിയങ്ങൾ പറഞ്ഞത് അള്ളാഹനെ വേണം, അല്ലാത്ത വേറെ പലരെയും വേണം എന്നാണ്. അള്ളാഹ് മുഖ്യ ദൈവമാണ്. അള്ളാഹ് പ്രധാനപ്പെട്ട ഇലാഹാണ്. പ്രധാന റബ്ബ് അത് അള്ളാഹുവാണ്. അത് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ നമ്മൾ തെറ്റുകാരായത് കൊണ്ട് അള്ളാഹുവിലേക്ക് നേരിട്ട് അടുക്കാൻ നമുക്ക് സാധിക്കൂല. അള്ളാഹുവിലേക്ക് ഒരു ഇടയാളനെ വേണം. ആ ഇടയാളനാണ് യേശു, ആ ഇടയാളനാണ് മൂസ, ആ ഇടയാളനാണ് ഈസ, ആ ഇടയാളനാണ് ലാത്ത, ഉസ്സ, മനാത്ത, ഇബ്രാഹിം നബി, ഹുബുല്, ഇങ്ങനെയുള്ള ദൈവങ്ങളൊക്കെ ആ ഇടയാളനാണ്. അള്ളാഹുവിലേക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മധ്യസ്ഥന്മാരായിട്ടാണ്. അല്ലാതെ അള്ളാഹ് ഇല്ല, അള്ളാഹ് മുഹമ്മദ് നബി കൊണ്ടുവന്നതാണ് എന്ന് ഒരു മുശ്രിക്കും, ഒരു നസ്രാണിയും, ഒരു ജൂതനും, ഒരു സാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തർക്കിച്ചിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ചില പ്രസംഗികളായ ആളുകൾ പറയും അത് മുഹമ്മദ് നബി കൊണ്ടുവന്നതാണ്, അള്ളാഹു എന്ന ഇലാഹിനെ അല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള ആളുകളും ആരാധിച്ചിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തന്നെയാണ് എന്ന് കാണാനായിട്ട്. അപ്പൊ നബിക്ക് മുമ്പും ഇതുണ്ട്, ബസ്മലുണ്ട്. ആ ബസ്മലയുടെ രൂപം എന്തായിരുന്നു? ബിസ്മിക അല്ലാഹുമ്മ എന്നായിരുന്നു. ബിസ്മിക അല്ലാഹുമ്മ, അള്ളാഹുവിന്റെ നാമത്തിൽ, ബിസ്മിക അല്ലാഹുമ്മ, നാമത്തിൽ അള്ളാഹുവിന്റെ, ഈ രീതിയിലായിരുന്നു അവർ തുടങ്ങിയിരുന്നത്. ഫലമ്മാ നുസിലത് ആയ ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന സൂറത്തുൻ നംലിലെ 30-ാമത്തെ ആയത്ത് അവതരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഉപയോഗിക്കുന്നത് ബിസ്മില്ലാ എന്നായിരുന്നു. ആദ്യം എന്തായിരുന്നു? അല്ലാഹുമ്മ ബിസ്മിക എന്നതിന് പകരം ഖുർആനിൽ അതൊരു പറഞ്ഞൊരു രീതി, അള്ളാഹ് പഠിപ്പിച്ച രീതി. അല്ലാഹുമ്മ ബിസ്മിക എന്ന് പറയുന്നത് കൊണ്ട്, ബിസ്മിക അല്ലാഹുമ്മ എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്വീക, നബി പഠിപ്പിച്ച ബറക്കത്തുള്ള, അള്ളാഹു നബിനെ പഠിപ്പിച്ച, തിരുത്തിക്കൊണ്ട് പഠിപ്പിച്ച സ്വീക അത് ബിസ്മില്ലാ എന്നായതുകൊണ്ട് നമ്മൾ അതാണ് ഉപയോഗിക്കേണ്ടത് എന്നത്. ഇതൊരു മാതൃക മാത്രമാണ്. എല്ലാ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സ്വീകയാണ്, ഏത് രീതിയാണ് പഠിപ്പിച്ചു തന്നത്, ആ രീതിയിൽ നമ്മൾ എല്ലാ ഇബാദത്തുകളും, എല്ലാ അദ്കാറുകളും ചൊല്ലണം.
ഉദാഹരണത്തിന് നോക്കണമെന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ന് പറയുന്ന അദ്കാർ, ബാങ്ക് എന്ന് പറയുന്ന അദാൻ എന്ന് പറയുന്ന ഇബാദത്താണ്, തൗഖീഫിയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബാങ്ക് എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ നമ്മൾ ചൊല്ലണം. ബാങ്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്ക് പഠിപ്പിച്ചത്. അതിനു മുമ്പ് വേറൊരു വാചകവും നബി പഠിപ്പിച്ച ബാങ്കിലില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുത്ത ബാങ്കിലില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം കൊടുത്ത ബാങ്കിലില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കൊടുത്ത ബാങ്കിലില്ല. സ്വഹാബിമാർ കൊടുത്ത ബാങ്കിലില്ല. എല്ലാവരും കൊടുത്ത ബാങ്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തുടങ്ങിയിരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നോക്കൂ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് നല്ലതല്ലേ സ്വലാത്ത്, നല്ലതല്ലേ സ്വലാത്ത് നല്ലതാണ്. പക്ഷെ അവിടെ കൊണ്ടുപോയി അത് വെക്കുവാൻ തെളിവില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതല്ല, അത് സ്വഹാബിമാര് ചെയ്തതല്ല. അപ്പൊ നബി എവിടെ നിന്നുവോ, നബി എന്ത് പഠിപ്പിച്ചുവോ, സ്വഹാബികൾ എന്ത് ചെയ്തുവോ അവിടെ നമ്മൾ നിൽക്കണം. നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് പോലും കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് അവകാശമില്ല. ചില ആളുകള്, എന്റെ നാട്ടിലൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ഫാത്തിഹ ഓതി ഇമാമ് ഓതിക്കഴിഞ്ഞാൽ ഇമാമ് പയ്യനെ വലദ്ദാലീൻ എന്ന് പറഞ്ഞ പയ്യനെ അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയും, പയ്യനെ പറയും. യഥാർത്ഥത്തിലാണ് ഫാത്തിഹ കഴിഞ്ഞിട്ട് വലദ്ദാലീൻ കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഗഫിർലി എന്നുണ്ടാ. മൗമൂമിങ്ങൾ ആമീൻ പറയുന്നതിന് മുമ്പ് ഇമാമ് പയ്യ അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയും. അയാളുടെ ധാരണത് നല്ലതല്ലേ അല്ലാഹുമ്മ ഗഫിർലി എന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് തന്നെയെന്നാണ്. അത് കഴിഞ്ഞിട്ട് നാട്ടുകാർ മുഴുവൻ എന്ത് പറയുകയാണ്? ആമീൻ എന്ന് പറയുകയാണ്, അള്ളാഹ് സ്വീകരിക്കണേ എന്ന് പറയുകയാണ്. അപ്പൊ നാട്ടുകാർ മുഴുവൻ പറഞ്ഞ ആമീനിന്റെ കൂലി എനിക്ക് കിട്ടും, എനിക്ക് പൊറുക്കലിനെ കിട്ടും എന്നാണ് അയാളുടെ ന്യായം. പക്ഷെ അത് നമ്മൾ പറയാൻ പാടുണ്ടോ? ഫാത്തിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഫാത്തിഹയിലോ നമസ്കാരത്തിലോ അങ്ങനെ ഒരു അല്ലാഹുമ്മ ഗഫിർലി എന്ന് അവിടെ പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ല. എന്താണ് പറയാൻ പാടില്ലാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമസ്കാരത്തിലോ സ്വഹാബിമാരുടെ നമസ്കാരത്തിലോ അങ്ങനെ ഫാത്തിഹ കഴിഞ്ഞ് വലദ്ദാലിൻ കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഗഫിർലി എന്നൊരു നല്ലൊരു വാചകം പറയാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നല്ലതാണോ, നമ്മൾ ഇത്ര നാൾ ചെയ്തു വരുന്നതല്ലേ എന്നതല്ല മാനദണ്ഡം എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ അതേ ഇമാമന്നെ ആമീൻ പറയുന്നത് ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നാ പറയുന്നത്. ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ ആമീൻ പറയല്ലോ. നിങ്ങളൊക്കെ ആമീൻ പറയുന്ന സമയത്ത് ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറയാറുണ്ടോ? റബ്ബൽ ആലമീൻ എന്നുള്ളത് മോശമാണോ? ഖുർആനിൽ വന്ന വാക്കാണ് റബ്ബൽ ആലമീൻ. പക്ഷെ അത് അവിടെ പറയാൻ പാടുണ്ടോ? പാടില്ല. കാരണം അവിടെ ആമീൻ നബി സല്ലല്ലാഹു അലൈഹി, നമ്മൾ നേരെ മറിച്ച് നമ്മൾ ഒറ്റക്ക് ദുആരക്കുന്ന സമയത്ത് ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നൊക്കെ ആമീൻ യാ റഹ്മാൻ റഹീം എന്ത് നമ്മൾ പറഞ്ഞാലും വിഷയമല്ല. പക്ഷെ ഒരു പ്രത്യേകമായ ഒരു ഇബാദത്ത് പഠിപ്പിക്കപ്പെട്ട സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് വാക്കിലാണോ നമ്മളത് പഠിപ്പിച്ചത് ആ വാക്കിൽ വേണം നമ്മളത് ചെല്ലാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു വാശി, എന്തിനാണ്? അത് നല്ല കാര്യമില്ലേ, അങ്ങനെ അങ്ങോട്ട് ചെല്ലിയാ പോരെ എന്ന് വിചാരിക്കും. പോരാ, നല്ല കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചാൽ പോരാ. നമ്മൾ നല്ല കാര്യങ്ങൾ ഏതാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് ഏത് വിഷയത്തിലാണ്? ബിസ്മിക അല്ലാഹുമ്മ എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞിരുന്നത്. ബിസ്മിക അല്ലാഹുമ്മ എന്നായിരുന്നു. അത് ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് എന്താക്കി മാറ്റി? ബിസ്മില്ലാഹ് എന്ന് ആക്കി മാറ്റി. അതാണ് മാതൃക, അതാണ് ശരി. അപ്പൊ ബിസ്മില്ലാ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് ബറക്കത്തും ഖൈറും റഹ്മത്തും ഹിസ്നും സംരക്ഷണവും എല്ലാം ലഭിക്കുന്നതിനുള്ള മാർഗമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എത്ര പ്രാവശ്യം, എത്ര തവണ നമുക്കത് പറയാൻ സാധിക്കുന്നുവോ അത്രയും നമ്മൾ പറയുക. മറ്റൊരു പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ എന്ത് നല്ല കാര്യവും ബിസ്മില്ലാ ബസ്മല പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. ഇതിനർത്ഥം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഖൈറായ കാര്യങ്ങളായിരിക്കണം. ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബിസ്മില്ലാ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിരിക്കണം. ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിരിക്കും. നല്ലൊരു പാനീയം കുടിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയാം. കള്ളു കുടിക്കുമ്പോൾ പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അതായത് അത് ചെയ്യരുത് എന്നാണ്.
ബിസ്മില്ല പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും മുസ്ലിം ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരാളെ കൊല്ലുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞ് കൊല്ലാൻ പറ്റുമോ? ഒരാൾ ഉപദ്രവിക്കുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞ് ഉപദ്രവിക്കാൻ പറ്റുമോ? ഗീബത്ത് പറയുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞ് പറയാൻ പറ്റുമോ? ഒരാളെ പ്രയാസപ്പെടുത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ? മോശമായ ഭക്ഷണങ്ങളും ഹറാമായ പ്രവൃത്തികളും ഹറാമായ സമ്പാദ്യങ്ങളൊക്കെ സമ്പാദിക്കുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് വ്യഭിചാരം, അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങളിൽ മൊബൈലിൽ കാണുക. ഇതിലൊക്കെ ബിസ്മില്ല പറയാൻ പറ്റുമോ? പറ്റൂല. അത് പറ്റാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. മുസ്ലിം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹനെ മുൻനിർത്തി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അള്ളാഹന്റെ പൊരുത്തം കിട്ടുന്ന കാര്യങ്ങളായിരിക്കണം ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ നേരം വെളുത്ത് എണീക്കുന്നു, അവിടെ നമുക്ക് അള്ളാന്റെ പേര് പറയാം. നമ്മൾ കുളിക്കാൻ പോകുന്നു, അള്ളാന്റെ പേര് പറയാം. വുളൂ ചെയ്യാൻ പോകുന്നു, അള്ളാന്റെ പേര് പറയാം. നമ്മൾ വസ്ത്രം ധരിക്കാൻ പോകുന്നു, അള്ളാന്റെ പേര് പറയാം. വസ്ത്രം ഊരി വെക്കുന്ന അള്ളാന്റെ പേര് പറയാം. നമ്മൾ വാഹനത്തിൽ കയറാൻ പോകുന്നു, അള്ളാന്റെ പേര് പറയാം. നമ്മളൊരു ഷോപ്പ് തുറക്കാൻ പോകുന്നു, അള്ളാന്റെ പേര് പറയാം. നമ്മളൊരു മുസ്ലിമിനെ കണ്ടുമുട്ടി പറയുന്നു അസ്സലാമു അലൈക്കും, അള്ളാന്റെ പേരാണ് സലാം, അവിടെ പറയാം. ഇങ്ങനൊരു മുസ്ലിം അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ നാമം മുൻനിർത്തി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ നാമങ്ങളുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ്, അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന്റെ നാമങ്ങൾ, അവന്റെ നാമം പ്രത്യേകിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതായിരിക്കണം നമ്മുടെ ഒരു ജീവിതം. നേരം വെളുത്ത് നമ്മുടെ ജീവിതം, നമ്മൾ സ്കൂളിലേക്കാണ് പോകുന്നത്, നമ്മുടെ പുസ്തകം തുറക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു നോക്കൂ. നമ്മളൊരാളെ പഠിപ്പിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു നോക്കും. അതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ബിസ്മില്ലാ എന്ന് ഇത് ആർക്കേ പറ്റുള്ളൂ എന്നറിയോ? അള്ളാഹനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ബിസ്മില്ല അവൻ്റെ നാവിൽ വരുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ബിസ്മില്ല നമ്മൾ ചൊല്ലുന്നുണ്ടോ എന്ന് നമ്മളോട് ആലോചിക്കണം. അള്ളാഹ് തന്ന രുചികരമായ ആസ്വാദ്യകരമായ ഭക്ഷണം, വെള്ളം കുടിക്കുന്ന സമയത്ത് പോലും അള്ളാഹനെ ഓർമ്മ, ആ സമയത്തെങ്കിലും അള്ളാഹനെ ഓർമ്മ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അള്ളാഹനെ ഓർക്കുന്ന ആളുകൾക്ക് അവനോൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹനെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഒരു സംശയം മിക്കവാറും ആളുകൾക്ക് വരാനുള്ള സാധ്യത, നമ്മൾ പള്ളികളിൽ നമസ്കാരം തുടങ്ങുന്ന സമയത്ത് ഫാത്തിഹ ഓതുമ്പോൾ അത് ജഹരിയായി ഓതുന്ന സമയത്ത് ബിസ്മില്ല എന്നത് ജഹരിയായി ഉറക്കെ ഓതുന്നില്ലല്ലോ. പ്രത്യേകിച്ച് സലഫി പള്ളികളിൽ മക്കയിൽ മദീനയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഓതുന്നത്. അവിടെയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒച്ചത്തിൽ ഓതിക്കൂടെ? എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ചെയ്യാത്തത് എന്നൊരു സംശയം ഉണ്ടാവാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം മുസ്ലിമും ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാം. സ്വല്ലൈതു, അദ്ദേഹം പറയണേണ്, ആര്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയണേണ്, സ്വല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിസ്കരിച്ചിട്ടുണ്ട്. വ അബൂബക്കർ, അബൂബക്കറിന്റെ കൂടെ, വ ഉമർ, ഉമറിന്റെ കൂടെ, വ ഉസ്മാന്റെ കൂടെ, എല്ലാരെ കൂടെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. ഫലം അസ്മഅ അഹദം മിൻഹും യഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവരിൽ നിന്ന് ആരും അവര് നമസ്കാരത്തിന്റെ സമയത്ത് ഉച്ചത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ 399-ാമത്തെ ഹദീസിൽ, ബുഖാരി 743-ാമത്തെ ഹദീസ് നമ്പറിലും ഈ ഹദീസ് കാണാം. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. അവർ നമസ്കാരത്തിൽ ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ പറയേണ്ടത്? അഊദ് പറഞ്ഞിട്ടുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആരെങ്കിലും അത് ഉറക്കെ പറയോ? ഇല്ല, അത് സിദ്ധിയായി രഹസ്യമായിട്ട് പറയും. അതേപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും സിദ്ധിയായിട്ട് പറയുകയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് മുതൽ ഉറക്കെ ഓതുകയും ചെയ്യും. കാരണം നമ്മുടെ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്.
നാട്ടുകാരെന്ത് ചെയ്തു വരുന്നു, ഭൂരിപക്ഷ ആളുകൾ എന്ത് ചെയ്തു വരുന്നു എന്നുള്ളതല്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാന്റെ റസൂലിൽ നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ മാതൃകയുണ്ട്, അതുകൊണ്ടാണത് എന്ന്. എന്നാൽ ചില ഒറ്റപ്പെട്ട സ്വഹാബിമാര് ഉറക്കെ ബിസ്മില്ല ചൊല്ലിയതായിട്ടും റിവായത്തുകളുണ്ട്. സ്വഹീഹായ റിവായത്തുകളിൽ തന്നെ ചില സ്വഹാബിമാര് ഉറക്കെ ചെല്ലുന്നതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് കുറ്റമല്ല. ഒരാൾ ഉറക്കെ ഒന്ന് ചെല്ലി വല്ലപ്പോഴോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് തന്നെ ഉറക്കെ ചെല്ലിയത് കൊണ്ട് അയാളെ കുറ്റപ്പെടുത്താനോ അയാളൊരു വിദഅത്ത് ചെയ്തു എന്നുള്ളിടത്തേക്ക് നമ്മൾ എത്തേണ്ടതില്ല. മറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രീതി എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ ഉസ്മാനും ചെയ്തതുപോലെ, ഭൂരിപക്ഷം സഹാബിമാര് പറഞ്ഞതുപോലെ ആ ബസ്മല സിറിയായി ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. എന്നാൽ ഒരാൾ ഉറക്കത്തിൽ ഉറക്കെ വല്ലപ്പോഴും ചൊല്ലിപ്പോയി എന്നതുകൊണ്ട് അതിൽ കുറ്റവും ഇല്ല എന്നാണ് അതിൽ നിന്ന് ഹദീസുകൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തുവോ, എങ്ങനെ ചെയ്തുവോ, എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ ചെയ്യണം. അതാണ് അള്ളാഹ് സ്വീകരിക്കുന്നത്. നാട്ടുകാരെങ്ങനെ ചെയ്തു വന്നു എന്നുള്ളതല്ല. എനിക്ക് അത് അങ്ങനെയായിട്ട് തോന്നുന്നു, എനിക്ക് ഇങ്ങനെയായിട്ട് തോന്നുന്നു, അതൊന്നുമല്ല. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹ് അയച്ചിട്ടുള്ളത് സ്വർഗത്തിലേക്കുള്ള പാതയിൽ എങ്ങനെ സഞ്ചരിക്കണം, എങ്ങനെ ഇബാദത്ത് ചെയ്യണം, എങ്ങനെ ബാങ്ക് കൊടുക്കണം, എങ്ങനെ ഫാത്തിഹ ഓതണം, എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ ഉളുക്കണം, എങ്ങനെ കച്ചവടം ചെയ്യണം, എങ്ങനെ തൊഴിൽ, എങ്ങനെ സംസാരം, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ജീവിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്ത് പിൻപറ്റിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.